ഞാൻ ഇറങ്ങി കയറിയപ്പോ എനിക്ക് ഇഷ്ടമില്ല. ഇപ്പൊ എനിക്കിപ്പോ 250 501 അതിന്റെയും അങ്ങോട്ടാ. ഹലോ പേരെന്താ? മാഫിയ പോയി. ഹലോ അവിടെ ഹലോ ഇത് ഏത് ഗ്യാങ് ഏതാ? എല്ലാരും ചത്തു. ഈ വണ്ടി ഞാൻ കൊണ്ടുപോകും. വണ്ടി ഒരാൾ കയറാണല്ലോ. എന്തിനാണ് അടിച്ചിട്ട് വണ്ടി കൊണ്ടുപോയി ഈ ബൈക്കിൽ കയറാൻ പറ്റത്തെ മച്ചാനെ. ഈ വണ്ടിയിൽ നിന്ന് കയറാൻ പറ്റത്തെ ലോക്ക് ചെയ്ത് തോന്നുന്നു. വാണിംഗ് പേർ എന്തിനാടാ അടിച്ചിടുന്നേ? ഞാനതിനൊന്നും കാണിച്ചില്ലല്ലോ. അതിനൊരു അക്ഷരം മിണ്ടില്ലല്ലോ. ഒരക്ഷരം മിണ്ടാണ്ട് എന്നെ കൊല്ലേണ്ട ആവശ്യം എന്തായിരുന്നു? അല്ലെ എന്റെ തൊളി കയറി. ഞാൻ നിന്നെ തൊള്ളേറ്റാ, അല്ലെങ്കിൽ എനിക്ക് കാണുമ്പോ ഒരു സുഖം ഉണ്ടാവില്ല. മറ്റേ എടാ പി ബാക്ക് അടിച്ചാ മതി. പിഗി ബാക്ക്. പി ബാക്ക് ഒന്നും ഇല്ല. ഞാൻ പിന്നെ എങ്ങനെ കേറപ്പോ? ലിഫ്റ്റ് ചെയ്യാം. ഇല്ല ഇങ്ങോട്ട് വന്നല്ലേ. അങ്ങോട്ട് ഞാനായിട്ടൊന്നും കാണിച്ചില്ലല്ലോ. എന്നെ കൊല്ലേണ്ട ആവശ്യം എന്തായിരുന്നു അവന്മാർക്ക്? എന്നെ കൊല്ലേണ്ട ആവശ്യം എന്തായിരുന്നു? കാണിച്ചവനെ കൊന്നത് ഓക്കെ, ഞാനൊരു അക്ഷരം മിണ്ടിയില്ലല്ലോ. എന്നെ കൊല്ലേണ്ട ആവശ്യം അവന്മാർക്ക് ഇല്ലായിരുന്നല്ലോ. ഞാൻ അവന്മാരോട് മിണ്ടിയില്ല, ആക്ഷനും ഒന്നും കാണിച്ചില്ല. പിന്നെ എന്നെ കൊല്ലേണ്ട ആവശ്യം എന്താ? റോളുണ്ട്, എന്തേലും കാണിച്ചിട്ട് കൊല്ലുവാണേ ഓക്കെ ബ്രോ. നമ്മളൊരു അക്ഷരം മിണ്ടാ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണേ. എടാ അവന്മാരെ ഗ്യാങ് ഹൗസ് എവിടെയാണെന്നറിയോ? എടാ നമ്മുടെ എനിക്ക് തോന്നുന്നു പഴയ നമ്മുടെ ഈ എന്താ പറയാ ഈ ടെക്സാസ് ഗ്യാങ് ഹൗസ് അറിയോ? ആ അവിടെ വലിയ നമ്മുടെ പഴയ വാടക വീട് ഇവിടെ നോക്കട്ടെ. ജെട്ടി ബിൽഡിംഗ് നോക്കടാ. മറ്റേ കണ്ടികള്, ഇത് മറ്റേ കുമാരി കണ്ടികള്. അല്ല വിറ്റ് അതല്ലാണാ ഇവന്മാര് അടിക്കാൻ പോയി. ഇത് മറ്റേ സിവിൽ അടിച്ചു. എന്താണ് ഇവിടെ ഗ്യാങ് പോലും ഇല്ല. അവന്മാരെ തല്ലുള്ളത് നമ്മളല്ലടാ, അവനാണോ? നമ്മള് ഇവന്മാരെ ഗ്യാങ് ഹൗസിന്റെ സൈഡ് പോവാണ്. അവരോ നമ്മള് അവരാ മല പോയ ലെഫ്റ്റിത്തെ കഥ നിർത്താൻ പിടിച്ചേ. 15 മിനിറ്റ് കറക്റ്റ്. അല്ല ഇതെന്ത് സിറ്റുവേഷൻ ഗ്യാങ് ഹൗസിൽ കയറിങ്ങനെ? ഓരോരുത്തൻ മൂന്ന് പേര് ഗ്യാങ് ഹൗസിന്റെ അകത്ത് ഇരിപ്പുണ്ട്. വിളിക്കാം വെയിറ്റ്. ഇറങ്ങത്തൊന്നുമില്ല. 15 ഗ്യാങ് ഹൗസിന്റെ പുറത്തൊക്കെ നീ വന്ന് നോക്കണേ.
ആൾക്കാരെ കയറാണ്ടായി വരുത്തില്ലട ഇമാര് 1 2 3 വണ്ടിയിലല്ല കിട്ടുന്നതിനെ പിടിച്ചറിയൂല. ആരെങ്കിലും അടുത്തോട്ട് അഡ്മി വന്നാ? എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ആരെങ്കിലും അടുത്തോട്ട് അഡ്മി വന്നാ? അഡ്മിനൊന്നും ഇല്ലേടേ. റീസ്റ്റാർട്ടിന് വെയിറ്റ് ചെയ്യണം. റീസ്റ്റാർട്ടാ അത് പുറത്തിറങ്ങൂല. എന്താ കഷ്ടം, അടിച്ചുവിട്ടിട്ട് അകത്ത് കയറിയിരിക്കുന്നു. 7 പേരുണ്ടാവും. ഇനിഷ്യലി 15 മിനിറ്റിനുള്ളിൽ അത് എല്ലാ പ്രാവശ്യം 6 മണിക്ക് റീസ്റ്റാർട്ട് ആണ്. ഈ സമയത്ത് കേറിയാലേ അറിയത്തുള്ളതൊക്കെ. ഫയറിംഗ് സെറ്റ് പൊട്ടി. ഇനി പൊട്ടയാണെങ്കിൽ കുഴപ്പമില്ല. എവിടെ ഗ്രൂപ്പിലാ? 1 മിനിറ്റ് നോക്കട്ടെ. ആ സെറ്റ് സെറ്റ് അതൊക്കെ ഗോകുന്റെ പാന്റ് കണ്ടാ? ഏത് ഡൈപ്പർ വിട്ട് അഡ്മിനൊന്നും ഇല്ലടാ. അപ്പൊ ഹെൽപ്പ് ഇട്ട് നമ്മൾ എന്തിനാ? ഇവനെ ഇപ്പൊ സ്നൈപ്പ് അടിച്ച് ഞാൻ അടിയായി കേട്ടോ. എഴുതി വെച്ചത് പറഞ്ഞതാ ഞാൻ. അല്ല അതാണ് ഇതെന്താ അവസാനം അടിയേ. എന്ത് സ്കീം എന്താ? ഇവരിറങ്ങുന്നില്ലേ? ആവോ 15 മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അഡ്മിനെ വിളിച്ചിട്ട് വരുന്നില്ലടാ. ഇതൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഗ്യാങ് ഹൗസിൽ നടന്നു കേറിപ്പോട്ടെ. പിന്നെ ഉറപ്പെടാ ഞാൻ ഒരു കാര്യം പറയാം. അച്ഛാന്നവര് വിളിക്കുമാര് ഞാൻ പറയാം. ഇത് കുറച്ച് ദിവസമായി കൊറേ നമ്മളൊരു കഴിഞ്ഞ കൊറേ സിറ്റുവേഷൻ ആയിട്ടേ ഇത് തന്നെയാണ്. ഫസ്റ്റ് CM ആയിട്ടാണ്. ഗ്യാങ് ഹൗസിന്റെ അകത്തേക്ക് നടന്ന് പയ്യെ മാനിയേറ്റ് കേറി പോകാനും പറ്റൂലല്ലോ. റീച്ചുമില്ല ഒന്നുമില്ല. അല്ല അവന്മാര് ഗണ്ണെടുത്ത് അടിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് വേറൊരു സിറ്റുവേഷൻ ഇല്ലേ? അതല്ലേ ഉമ്മാരെയൊക്കെ പറയുന്ന. അല്ലല്ലേ ഗ്യാങ് ഹൗസ് ബ്രീച്ച് ഒക്കെ വേണമായിരുന്നു ആ പണ്ടത്തെയൊക്കെ പോലെ. പണ്ട് വാസുവിനൊക്കെ കൂടെ ഗ്യാങ് ഹൗസിൽ കേറിയത്. എവിടുന്ന് എല്ലാ വഴിയൊന്നും അടിച്ച് ടോക്കിയോ വന്നിട്ട് അത് നാളെ വാറടിക്കാം. അണ്ണാ ഒരു വട്ടം അടിച്ച് വായി തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി കേട്ടോ. ഒരു വട്ടം അടിച്ച് വായി തന്നിട്ട് അത് കഴിഞ്ഞിട്ട് അമ്മമാർക്ക് വായി കിട്ടിയത് അവൻ മറന്നുപോയാ? അത് മറന്നു. അത് കഴിഞ്ഞിട്ട് അവൻ ഒരു വട്ടം വന്നുള്ളൂ. അവൻ അന്നൊക്കെ വായി കിട്ടി. സിറ്റി പോലും കണ്ടിട്ടില്ല. എന്നിട്ട് അവനെ അങ്ങനത്തെ പഠിത്തങ്ങളൊക്കെ ഇഗ്നോർ ചെയ്ത് വിടറാ. ആണ്ടിലൊരിക്കൽ സിറ്റി കേറിയിട്ട് മസ് അടിച്ചിട്ട് പോണം. എന്താടാ വരാത്ത? എത്ര നേരമായിട്ട് ഹെൽപ്പ് ഇടുന്നത്? ആകെ 15 റീസ്റ്റാർട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യണ്ടേ? അല്ല സിറ്റുവേഷൻ റീസ്റ്റാർട്ട് ചെയ്തിട്ട് അടിക്കാൻ. അല്ല ഇമാര് കയറത്തില്ല. അല്ലടാ ഈ വീട്ടിൽ കേറി അടി കൊള്ളുന്നതേ ഒരു ഭയങ്കര സത്യം. നാളെ ഷെഡ്യൂൾഡ് ഓർമ്മയുണ്ട്. അമ്മടെ സെർവറിൽ നീ പോയി റൂള് മാറ്റിടോ. പിന്നല്ലേ ഞാൻ പോയി സെർവറിൽ അപ്ഡേറ്റ് ചെയ്തു. എത്ര നേരമായിട്ട് ഹെൽപ്പ് ഇടുന്നേ? 4 പേരാണ് അകത്ത്. എത്ര പേരുണ്ട്? 8 പേരുണ്ട്.
എടാ അത് പറഞ്ഞപ്പോ എടാ ഇവന്മാരായിട്ടുള്ള വാറ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് തന്നിട്ടില്ലേ ഈ നാളെ ടോക്കിയോ ആയിട്ട് നാളെ ടോക്കിയോ ആയിട്ട് ടോക്കിയോ സിറ്റി നാളെ അതാ അവിടെ ഇനി വന്ന് സ്കെഡ്യൂളിലാണ് സമയം കൂട്ടി ചോദിക്കുവാണെങ്കിലേ അവന്മാരും അവന്മാരുടെ കൂട്ടത്തിലുള്ളവന്മാരും വേഷം കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ പറയട്ടാ. അയ്യോ വീഡിയോ കിട്ടുന്നടാ ഇറങ്ങണം പ്ലീസ്. നിനക്കതല്ലേ ആ എടാ അത് സിറ്റിയുടെ ഇഷ്യൂ ആണ് പേടിക്കണ്ട എനിക്കുണ്ട്. എന്താണ് വീഡിയോ തരല്ല കുണ്ണ ഇതാരൊക്കെ ഉണ്ടോ ആ എനിക്കുണ്ട് കുഴപ്പം. ആ കോച്ച് പറ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. മരിച്ചേ കോച്ച് ഹാപ്പി ബർത്ത്ഡേ. കളർ ഡ്രസ്സും മുട്ടായൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. ഈ എക്സ് കോഡ് എന്താ കാണിക്കുന്നത്? ഇവർക്ക് വന്നൂടെ? അഡ്മിൻസ് ഒന്നും ഇല്ലേ? അയ്യോ എന്റെ മണി പോയിടാ. ഉടുപ്പ് വേടാ സാവേജ് പുണ്ടച്ചു. ഞാനിപ്പോ ആര്യായല്ലോടാ. കാട്ടി മെനയാടാ.